ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കപ്പ വരട്ടിയെടുക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. കപ്പ നമ്മൾ പല ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഈ റെസിപ്പി ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് 1 കിലോ കപ്പയാണ്. കപ്പ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായി മുറിച്ചെടുക്കണം. മുറിച്ചെടുത്ത കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ഈ ടൈമിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കപ്പ മുങ്ങിക്കെടുക്കുന്ന വിധത്തിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം 2 വിസിൽ വന്നു. കുക്കറിലെ ആവിയെല്ലാം കളഞ്ഞതിന് ശേഷം കുക്കർ ഞാൻ തുറന്നു. നമ്മുടെ കപ്പ ഇവിടെ റെഡിയായി വന്നു. ഇനി ഇതിലെ വെള്ളം നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. വെള്ളം ഊറ്റിയെടുത്ത കപ്പ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കിയെടുക്കണം. ഇതിലേക്ക് 1 മുറി തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. തേങ്ങയൊന്ന് ചിരകിയെടുക്കണം. നമ്മൾ എടുത്തു വെച്ച തേങ്ങ ഒട്ടും ഓയിൽ ചേർക്കാതെ ഗോൾഡൻ കളറിലൊന്ന് വറുത്തെടുക്കണം. ഈ ടൈമിൽ ഒരുപാട് ചൂടിലൊന്നും വെച്ച് വറുക്കരുത്, ചെറിയ ചൂടിൽ വേണം വറുത്തെടുക്കാൻ. ഈ ടൈം കൊണ്ട് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കണം. ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 1 സ്പൂണ് ചെറിയ ജീരകം, 1/2 സ്പൂണ് പെരിഞ്ജീരകം, 3 ഏലക്ക, 1 സ്പൂണ് പഞ്ചസാര. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാര ഇതിൽ ചേർക്കുന്നത് ഇത് വേഗത്തിൽ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ തേങ്ങ ഗോൾഡൻ കളറിൽ റെഡിയായി വന്നു. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് ചുക്കുപൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ജീരകത്തിൻ്റെ മിക്സ് തേങ്ങയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഉരുക്കിയത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിതിൽ ചെറിയ അളവിലെ മധുരം ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഇതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നെയ്യ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമ്മളിതിൽ മധുരം ചേർക്കുന്നുണ്ടെങ്കിലും ഓവർ മധുരമുള്ളൊരു റെസിപ്പിയല്ല. നമ്മളിതിൽ ചേർക്കുന്ന ജീരകം, ഏലക്ക, ചുക്കുപൊടി, തേങ്ങ, നെയ്യ് ഇതെല്ലാം ചേർന്ന് നല്ല ടേസ്റ്റിയായൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.